നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്ന എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നടക്കുമ്പോൾ അത് വലിയ ചർച്ചയാകാറുണ്ട്. ഇപ്പം നാട്ടിലെ മതവും രാഷ്ട്രീയവുമൊക്കെ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ഇലക്ഷനും മതസമ്മേളനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാര്യമായിട്ട് ഒരു പ്രാധാന്യം കൊടുത്തെടുക്കാറുണ്ട്. ഓസ്ട്രേലിയ പോലുള്ള രാജ്യത്ത് ഇവിടെ ആളുകളുടെ ജീവിത രീതികൾ വ്യത്യാസമുണ്ട്. ഇവിടെ ടാക്സിൽ വരുന്ന മാറ്റങ്ങൾ, പെട്രോൾ പ്രൈസ്, അതുപോലെ തന്നെ ഈവൻ ടോയ്ലറ്റ് ടിഷ്യൂവിൻ്റെ ലഭ്യതക്കുറവ് വരെ ആളുകൾ വലിയ പ്രശ്നമാക്കി എടുക്കാറുണ്ട്. ഇവിടെ നമുക്ക് ഇപ്പം ഒരു ചർച്ചയായിട്ട് വരുന്ന കാര്യം നെഗറ്റീവ് ഗിയറിംഗ് ആണ്. ഈ നെഗറ്റീവ് ഗിയറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാ വിവരങ്ങളും ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. 1936 നെഗറ്റീവ് ഗിയറിംഗ് ഗവൺമെൻറ് ഓസ്ട്രേലിയയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിന് കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രോപ്പർട്ടി മാർക്കറ്റ് അല്പം ഉറങ്ങിക്കിടക്കുമായിരുന്നു. അതിനെ ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ട് പുതിയ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൽ വരാൻ വേണ്ടിയിട്ടാണ് നെഗറ്റീവ് ഗിയറിംഗ് അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1985 ആയപ്പോഴേക്ക് 2 വർഷത്തേക്ക് നെഗറ്റീവ് ഗിയറിംഗ് ഗവൺമെൻറ് നിർത്തി. 87 അവർക്ക് മനസ്സിലായി ഇവിടെ പ്രോപ്പർട്ടി മാർക്കറ്റിൽ റെൻറ്റ് കൂടുന്നു, ആവശ്യത്തിന് പ്രോപ്പർട്ടികളില്ല, അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ അവർ നെഗറ്റീവ് ഗിയറിംഗ് റീഇൻസ്റ്റേറ്റ് ചെയ്തു. പിന്നെ അതിനുശേഷം 2026 ഇപ്പോഴാണ് പുതിയൊരു പോളിസി ചേഞ്ച് വന്നത്. നിങ്ങൾക്കറിയാം, നെഗറ്റീവ് ഗിയറിംഗ് അവൈലബിൾ ആകണമെങ്കിൽ 2026 12 മെയ്ക്ക് മുമ്പ് വാങ്ങിയ പ്രോപ്പർട്ടികളായിരിക്കണം. അല്ലെങ്കിൽ അതിനുശേഷം വാങ്ങുന്ന പ്രോപ്പർട്ടികൾക്ക് 1 വർഷം വരെ നെഗറ്റീവ് ഗിയറിംഗ് അവൈലബിൾ ഉള്ളൂ. പിന്നെ ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടികൾക്ക് നെഗറ്റീവ് ഗിയറിംഗ് ഫോർ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ ഒരു സ്മാർട്ട് ഇൻവെസ്റ്റർ എപ്പോഴും എല്ലാ പ്രശ്നങ്ങളിലും ഏത് പോളിസി ചേഞ്ച് വന്നു കഴിഞ്ഞാലും അവൻ്റേതായ മാർഗ്ഗത്തിലൂടെ പ്രോപ്പർട്ടികൾ വാങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിപ്പം പേഴ്സണൽ ലെവലിലാണെങ്കിലും കമ്പനി സ്ട്രക്ചറിലോ അല്ലെങ്കിൽ ട്രസ്റ്റിൻ്റെ സ്ട്രക്ചറിലൊക്കെ അവൻ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഒരു ബിഗിനിങ് ഇൻവെസ്റ്ററാണ് ഇവിടെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ബിഗിനിങ് ഇൻവെസ്റ്ററിൻ്റെ ഒരു കേസ് സ്റ്റഡി ഞാൻ പറയാം. ഒരു ബിഗിനിങ് ഇൻവെസ്റ്റർ നെഗറ്റീവ് ഗിയറിങ്ങിന് വേണ്ടി $8 ലക്ഷം ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കഴിഞ്ഞാൽ അവന് 600 റെൻറ്റ് കിട്ടുന്നതെങ്കിൽ 1 വർഷം പുള്ളിക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നത് ഇപ്പോൾ നെഗറ്റീവ് ഗിയറിങ്ങിലൂടെ ഒരു $15,000 മുതൽ $20,000 ആണെങ്കിൽ അവൻ പ്രോപ്പർട്ടിയിൽ ഫ്യൂച്ചറിൽ ഉണ്ടാക്കാൻ പോകുന്ന ഗ്രോത്ത് മിനിമലാണ്. വേറാസ് $6 ലക്ഷം ഒരു പ്രോപ്പർട്ടി വാങ്ങുന്ന ഒരു ബിഗിനിങ് ഇൻവെസ്റ്റർ അവന് 550 ആണ് പുള്ളിക്ക് റെൻറ്റ് കിട്ടുന്നതെങ്കിൽ പ്രോപ്പർട്ടിയിലൂടെ അവൻ വരുന്ന നഷ്ടം $10,000 ആണെങ്കിൽ ആ $10,000 ഗ്രാജുവലി അവന് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഈ നഷ്ടപ്പെടുന്ന $10,000 ഈ പ്രോപ്പർട്ടി ലാഭത്തിലാവുമ്പോൾ അല്ലെങ്കിൽ വിൽക്കുന്ന സമയത്ത് അവന് ക്ലെയിം ചെയ്യാനും പറ്റും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ നെഗറ്റീവ് ഗിയറിങ്ങിൻ്റെ പ്രശ്നം ഒരു വലിയ പ്രശ്നമായിട്ട് ആളുകൾ ഉയർത്തി കാണിക്കുന്നുണ്ടെങ്കിലും ഒരു ബിഗിനിങ് ഇൻവെസ്റ്റർ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് ടാക്സ് അക്കൗണ്ടുമായിട്ട് സംസാരിച്ച് പിന്നെ ഒരു പ്രോപ്പർട്ടി സ്ട്രാറ്റജിസ്റ്റ് ഏത് പ്രോപ്പർട്ടിയാണ് വാങ്ങേണ്ടത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് നല്ലൊരു പ്രോപ്പർട്ടി വാങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി കുറച്ചും കൂടെ ഫലപ്രദമാകും. കാരണം അവന് കൂടുതൽ പ്രോപ്പർട്ടികൾ വാങ്ങാൻ പറ്റും. ലൈഫിൽ കുറച്ചും കൂടെ ഗ്രോത്ത് വരും. കാരണം നമ്മൾ പ്രോപ്പർട്ടി വാങ്ങുന്നത് നെഗറ്റീവ് ഗിയറിങ്ങിന് വേണ്ടി മാത്രമല്ല, ഗ്രോത്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നെഗറ്റീവ് ഗിയറിങ്ങിലൊരു പ്രോപ്പർട്ടി കുറച്ച് ലാഭം നിങ്ങൾക്ക് ടാക്സിൽ 1 വർഷം ഉണ്ടാക്കി തന്നാലും ഗ്രോത്ത് ഉണ്ടാക്കി തരുന്നില്ലെങ്കിൽ നിങ്ങളിവിടെ $8 ലക്ഷം മുടക്കി ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതിൽ കാര്യമായ അർത്ഥമില്ല. അതേസമയം $6 ലക്ഷം വാങ്ങുന്ന പ്രോപ്പർട്ടിക്ക് ഇപ്പം നേരത്തെ ഞാനൊക്കെ പറയുന്ന ലാൻഡ് ടു അസറ്റ് റേഷ്യോ 60% ഉണ്ട്. വേക്കൻസി റേറ്റ് 2% കുറഞ്ഞ പ്രോപ്പർട്ടിയാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ റെൻ്റൽ ഈൽഡ് 5% കൂടുതൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വലിയ ഗ്രോത്ത് ഉണ്ടാക്കി തരുന്നതും നിങ്ങൾക്ക് ഇൻകം ഉണ്ടാക്കി തരുന്നതും നിങ്ങളുടെ പ്രോപ്പർട്ടി ജേണിയിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അതുപോലൊരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾ വാങ്ങേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നന്ദി, നമസ്കാരം.